കൈത്ത ഒന്നാം വെള്ളി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 80 വരെയുള്ള വാക്യങ്ങൾ. സക്കറിയയുടെ പ്രവചനഗീതം. എലിസബത്തിൻ്റെ കീർത്തനം കഴിഞ്ഞ് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിനും ശേഷം അടുത്തതായി നാം കാണുന്നത് സക്കറിയയുടെ പ്രവചനഗീതമാണ്. നൂറ്റാണ്ടുകളായി വിദേശ ഭരണത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അരുളി ചെയ്ത ദൈവത്തിൻ്റെ രക്ഷകൻ ആഗതനാകുവാൻ സമയമായെന്നും വാർദ്ധക്യത്തിൽ തനിക്ക് ജനിച്ച കുഞ്ഞ് അവന് വഴിയൊരുക്കുവാൻ അവനു മുമ്പേ പോയി രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള സദ്വാർത്ത ലോകത്തെ അറിയിക്കുവാൻ അയക്കപ്പെട്ടവനാണെന്നുമുള്ള പ്രവചനഗീതമാണ് യോഹന്നാൻ്റെ പിതാവായ സക്കറിയ ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനായി വെളിപ്പെടുത്തുന്നത്. അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് ഉടനെ സംഭവിക്കുന്ന ഒന്നാണിത്. രക്ഷാകര സംഭവങ്ങളുടെ വിവരണമാണ് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ കാതൽ. മനുഷ്യൻ്റെ പാപങ്ങൾ മോചിപ്പിക്കാൻ അയക്കപ്പെട്ടവനാണ് യേശു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഉദയങ്ങളിൽ നിന്നുള്ള ആ ഉദയരശ്മി നമ്മെ സന്ദർശിച്ച് ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ആയിരിക്കുന്നവർക്ക് വിശുദ്ധിയുടെ പ്രകാശം പരത്തുവാനാണ് യേശു വന്നിരിക്കുന്നതെന്ന് സക്കറിയ വെളിപ്പെടുത്തുന്നു. വിശ്വാസിക്ക് ഈ സദ്വാർത്ത രക്ഷാകരവും അവിശ്വാസിക്ക് ഇത് ശിക്ഷാർഹവും അത്രേ.